ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം 18-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ ആശങ്ക നൽകുന്ന കാര്യം അത് പല സൂപ്പർ താരങ്ങളുടെയും പരിക്കാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്ലാനുകളെ താളം തെറ്റിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ പ്രധാനപ്പെട്ട താരങ്ങൾ അപ്പോഴേക്കും റെഡിയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും വേൾഡ് കപ്പിനെ കുറിച്ചും നെയ്മറെ കുറിച്ചും റൊണാൾഡീഞ്ഞോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പിന്തുണക്കാൻ വേണ്ടി ഒരു ആരാധകൻ എന്ന നിലയിൽ താൻ അവിടെ ഉണ്ടാകും എന്നാണ് ഡീഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ടീമിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡീഞ്ഞോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീൽ മികച്ച പ്രകടനം നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫുട്ബോൾ ലോകത്തെ ഒരുപാട് മികച്ച താരങ്ങൾ ഇപ്പോൾ ബ്രസീലിന് ഉണ്ട്. ബ്രസീലിൻ്റെ നമ്പർ 1 ആരാധകൻ അത് ഞാനാണ്. ബ്രസീലിന് വേണ്ടി ആർപ്പ് വിളിക്കാൻ ഞാൻ അവിടെ ഉണ്ടാകും. നെയ്മറുടെ കാര്യത്തിൽ കോച്ചിൻ്റെ പ്ലാനുകൾ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ നെയ്മറുടെ സുഹൃത്താണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ടാലൻറ്റുകളിൽ ഒരാളാണ് നെയ്മർ. അദ്ദേഹം വേൾഡ് കപ്പിന് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വലിയ രൂപത്തിൽ ബ്രസീലിനെ സഹായിക്കാൻ നെയ്മർക്ക് കഴിയും. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് പരിശീലകനാണ്. അദ്ദേഹം എന്ത് തീരുമാനമെടുത്താലും നമ്മൾ അതിനെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഇതാണ് റൊണാൾഡീഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മറെ ബ്രസീൽ ടീമിൽ എടുത്തു കഴിഞ്ഞാൽ നെയ്മർ എന്തായാലും വലിയ ഹെൽപ്പായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്ത് തീരുമാനമെടുത്താലും കാർലോ ആഞ്ചലോട്ടിയെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം കൂടി ഡീഞ്ഞോ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നു. ഈജിപ്തും പനാമയുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.